നമസ്കാരം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമൊക്കെ കാണാൻ തുടങ്ങിയത്. കോട്ടിട്ടാൽ ഒട്ടും ചേരാത്ത നമ്മുടെ ചിറ്റപ്പൻ എന്നറിയപ്പെടുന്ന ഇ.പി. ജയരാജൻ പോലും ആ ഒരു വേഷത്തിൽ പല രാജ്യങ്ങളിൽ കറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിണറായി വിജയൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം മകളടക്കം അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് കോട്ടും സൂട്ടും ഇട്ട് പാരീസിൽ നിൽക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ ഇത്തരമൊരു കാഴ്ചയാണ്. അത് മറ്റാരുമല്ല, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, അതായത് എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ എന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി കുടുംബമടക്കം ഇംഗ്ലണ്ടിൽ നിന്നൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതല്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതല്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ ബിരുദദാന ചടങ്ങ് അവിടെ നടക്കുകയാണ്. അതിൽ സംബന്ധിക്കാൻ വേണ്ടി പോയതാണ്. എവിടെ? അങ്ങ് ഇംഗ്ലണ്ടിൽ. അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഷ നോക്കിയാൽ അറിയാം. എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല. കാര്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ എഴുതാനുള്ള അത്രയൊന്നും അറിവുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ എഴുതി കൊടുത്ത പോസ്റ്റായിരിക്കാം. ശരി, ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഇവിടെ അത്താഴപ്പട്ടിണിക്കാരന് പെൻഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൾ പഠിക്കുന്നത് ഒരു വിദേശ സർവകലാശാലയിലാണ്. എന്നാൽ ഇപ്പോഴും ഇവിടെയുള്ള SFI വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവർ ഇന്നലെ തുടങ്ങിയ കലാപരിപാടി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് തവണ എല്ലാ വർഷവും കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട്. ആ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പിറക്കാൻ തന്നെ കാരണം പുഷ്പൻ നടുവിന് വെടിയും കൊണ്ട് തളർന്നു കിടക്കുന്ന ഒരു പുഷ്പനുണ്ട്, ഇവർക്ക് ജീവിക്കുന്ന രക്തസാക്ഷി. ആ പുഷ്പന് വേണ്ടിയിട്ട് എഴുതിയ പാട്ടാണ്. ആ പുഷ്പൻ എങ്ങനെയാ പുഷ്പനായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് കൂത്തുപറമ്പിൽ എന്താണ് നടന്നതെന്നും. ഇന്ന് സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ വലിയ സമരത്തിലായിരുന്നു DYFIയും SFIയും പോലെയുള്ളവർ. അന്നത്തെ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന MV രാഘവനെ തടയാൻ വേണ്ടി DYFI അവിടെ അദ്ദേഹത്തെ വളഞ്ഞപ്പോൾ പോലീസിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ വെടിവെക്കേണ്ടി വന്നതാണ്. അങ്ങനെ 5 പേർ കൊല്ലപ്പെട്ടു. പുഷ്പനെ പോലുള്ള ചിലർ ജീവച്ഛവമായി ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയെ പോലെ ബാക്കി നിൽക്കുന്നു. അതാണ് അതിൻ്റെ ചരിത്രം. പക്ഷേ അക്കാലത്തും ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന അക്കാലത്തും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ CPM-ൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകൾ മറ്റൊരു സ്വകാര്യ കോളേജിൽ പഠിക്കുകയായിരുന്നു എന്ന് അന്നു മുതലേ രാഷ്ട്രീയ എതിരാളികളും ഇന്നും ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇന്നുവരെയും അദ്ദേഹം അത് എതിർത്ത് പറഞ്ഞിട്ടില്ല, അതിനെ നിഷേധിച്ചിട്ടില്ല. മാതാ അമൃതാനന്ദമയുടെ കോളേജിലായിരുന്നു പിണറായി വിജയൻ്റെ മകൾ പഠിച്ചത് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത്. അദ്ദേഹം ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് പറയേണ്ടി വരികയാണ്. ഒരു സൈഡിൽ കൂടെ DYFIനെയും SFIനെയൊക്കെ ഇളക്കി വിട്ടിട്ട് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തുന്നു. എന്നാൽ മറുവശത്തൂടെ സ്വന്തം മകളെയും തൻ്റെ പാർട്ടിയിലെ നേതാക്കളുടെ മക്കളെയൊക്കെ വിദേശത്തേക്ക് അയച്ചു. അവിടെയൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടത്തേക്കാളും കൂടുതൽ ചിലവാകും. അവിടെ ജീവിത ചിലവ് തന്നെ കൂടുതലാണ്. പോരെങ്കിൽ അവിടുത്തെ ഫീസും മറ്റ് ഹോസ്റ്റൽ ഫീസും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഉത്തരം കാണും, ന്യായങ്ങൾ കാണും, ക്യാപ്സൂൾ കാണും. പക്ഷേ ഓർക്കുക, ഈ പാർട്ടി എങ്ങനെയാണ് ഈ പാർട്ടി ആയതും ഇന്ന് നിലനിൽക്കുന്നതും. അടിസ്ഥാന വർഗം, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ വിയർപ്പും വോട്ടുമാണ് ഈ പാർട്ടി ഇന്ന് കാണുന്ന പാർട്ടിയായത്. ഇപ്പോൾ ഇന്ന് കാണുന്ന പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്ട് അതിൻ്റെ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതിനൊരു ശക്തി ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. അത് ആ രൂപത്തിലായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണക്കാരുടെ അത്താഴപ്പട്ടിണിക്കാരുടെ അധ്വാനവും വിയർപ്പിൻ്റെ പങ്കുമൊക്കെയാണ്. അവിടെ ചവിട്ടി നിന്നുകൊണ്ടാണ്. നോക്കൂ, ഇവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ്, നമ്പർ 1 ആണ്, ഇവിടെയാണ് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ, എന്നാൽ അതിലൊന്നും വിശ്വാസമില്ലാതെ തൻ്റെ മകളെ അങ്ങ് ഇംഗ്ലണ്ടിൽ അയച്ച് പഠിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്നിട്ട് അഭിമാനത്തോടെ അത് പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് കമ്മികളടക്കമുള്ളവർ അഭിനന്ദനങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇവൻ്റെയൊക്കെ തൊലി പരിശോധിക്കാൻ കൊടുക്കണം. കാണ്ടാമൃഗത്തിൻ്റെ ആണോ അതോ നിങ്ങളുടെ തൊലിയാണോ ഏറ്റവും കട്ടി കൂടിയത് എന്നെങ്കിലും ഒരു ഉത്തരം കിട്ടുമല്ലോ. അല്ലാതെ ഇതിനൊക്കെ കൂടുതൽ എന്ത് പറയാനാണ്? വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.